ഒരു വീട്ടിൽ വെഞ്ചരിക്കാൻ ചെന്നപ്പോൾ അവിടെയുള്ള കുടുംബനാഥൻ പതിവില്ലാത്ത രീതിയിൽ ഓടുന്നു, ഒരുങ്ങുന്നു, ബഹുമാനിക്കുന്നു, തിരി കത്തിക്കുന്നു, പൂക്കളെടുക്കുന്നു. ഞാൻ ചോദിച്ചു, വേറെ ആരുമില്ലേ? ഭാര്യ ജോലിക്ക് പോയിട്ട് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, വാ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനക്കിടക്ക് ഭാര്യ കയറി വരുന്നുണ്ട്. എനിക്ക് മനസ്സിലായി ഇയാൾ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ പണി? കൂലിപ്പണിയാണ്. എല്ലാ ദിവസം കഴിച്ചിട്ടാണോ വരുന്നത്? അയാൾ ചിരിച്ചുകൊണ്ട് നിന്നു. ഒരു മകൾ BSc നഴ്സിങ്ങിന് ബാംഗ്ലൂരാണ്. ഞാൻ പറഞ്ഞു, മകളുടെ ഫീസ് ആരാ കൊടുക്കുന്നത്? അയാൾ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി. മനസ്സിലായി, ഭാര്യ പണിക്ക് പോകുന്നതിന് വേണ്ടിയാണ്. ഇയാൾ പണിയെടുക്കുന്ന കാശ് മുഴുവൻ വെള്ളത്തിലാണ് പോകുന്നത്. കഴിഞ്ഞ വർഷത്തെ സ്കൂൾ ഒളിമ്പിക്സ് നടന്ന എറണാകുളത്ത് വെച്ചിട്ടാണ്. ആൺകുട്ടികളുടെ 3000 മീറ്റർ ഓട്ടത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് പാലക്കാട് മുണ്ടൂർ സ്കൂളിലൊരു ജഗന്നാഥനാണ്. ഫോട്ടോ ഫ്രണ്ട് പേജിൽ തന്നെ വന്നു പത്രത്തിൻ്റെ. കൂടെ അവൻ്റെ അപ്പൻ്റെ ഫോട്ടോ കൂടി ഉണ്ടായിരുന്നു. 7ാം ക്ലാസ് വെച്ചാണ് ഈ പയ്യന് നന്നായിട്ട് ഓടാനുള്ള കഴിവുണ്ടെന്ന് ടീച്ചേഴ്സ് തിരിച്ചറിയുന്നത്. അപ്പോൾ അപ്പൻ സെൽവരാജനെ വിളിച്ചിട്ട് പറഞ്ഞു, പൈസ എല്ലാം പ്രോട്ടീൻ ഫുഡൊക്കെ കൊടുക്കണം, സ്പൈക്സ് മേടിക്കണം, പണം വേണം. അപ്പം കൂലിപ്പണിക്കാരനാണ്. 36 വർഷമായിട്ട് ഈ മനുഷ്യന് പുകവലിയാണ്. ഇയാൾ 36 വർഷമുള്ള ശീലം അങ്ങ് നിർത്തി, പുകവലി നിർത്തി. അങ്ങനെ നിർത്തിയതുകൊണ്ട് ഈ മനുഷ്യന് ഒരു ദിവസം കിട്ടുന്നത് 70 രൂപയാണ്. ഇവൻ ഫിനിഷിംഗ് പോലെത്തിയപ്പോൾ അപ്പം പറഞ്ഞു, ഇതിനേക്കാളും വലിയ ലഹരി എന്തുണ്ട്? ഇത് ഗോസ്പൽ ഈശോ പറയുന്നു, വീട്ടിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുന്ന വിവേകിയും വിശ്വസ്തനുമായ ഭൃത്യൻ ആരാണ്? ഓരോ വീട്ടുകാരും ചിന്തിക്കണം, അവർ ഭൃത്യന്മാരാണ്. വീട്ടിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ ദൈവം നിയോഗിച്ച ഭൃത്യന്മാരാണ്. കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ? ദൈവം വരാൻ വൈകുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഏൽപ്പിച്ചവരെ അടിക്കാനും നിങ്ങൾ കൂട്ടമായിട്ടിരുന്ന് അടിക്കാനും തുടങ്ങിയാലേ ദൈവം കയറി വന്ന് നിങ്ങളെ നന്നായിട്ട് അടിക്കുമെന്ന് പറയുന്നത്.